ഹലോ ഗൈസ്, വിഷുവിൻ്റെ തലേന്നെടുത്തൊരു വീഡിയോ ആണിത്. അങ്ങനെ നമ്മൾ ആഘോഷങ്ങളൊക്കെ തുടങ്ങി. നമ്മൾ പടക്കങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, പൂത്തിരിയും കുരകപ്പൂ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഏട്ടൻ ഓരോന്നും ഇങ്ങനെ കത്തിക്കാനായിട്ട് തുടങ്ങിയിട്ടാ. എൻ്റെ നാട്ടിൽ ഇതുപോലെ വിഷുവിന് ഇങ്ങനെ പടക്കം പൊട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ. എൻ്റെ നാട് കൊല്ലം കൊട്ടാരക്കരയാണ്. അപ്പം ഞാനിവിടെ കണ്ണൂർ വന്നിട്ടാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത്. നിലാബേബീൻ്റെ ഫസ്റ്റ് വിഷു ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇതിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് പുള്ളി പേടിച്ചിരിക്കുകയാണ്. അപ്പുറത്തുനിന്ന് നമ്മൾ ഇപ്പുറത്തേക്ക് മാറ്റി കേട്ടോ. കുറച്ചും കൂടി സേഫ് ഇവിടെ വെച്ചിട്ട് കത്തിക്കുന്നതാണെന്ന് തോന്നിയിട്ടാണ്. അടുത്തത് ഏട്ടൻ എല്ലാം കറക്റ്റ് ഓർഡറായിട്ട് വെക്കുകയാണ് കേട്ടോ കത്തിക്കാനായിട്ട്. ഇതിൻ്റെ പേര് ചറപറ എന്നെങ്ങാണ്ടാണെന്ന് തോന്നുന്നത്, കറക്റ്റായിട്ട് ഓർമ്മയില്ല. അന്ന് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്ത സമയത്ത്, പക്ഷെ മറന്നു കേട്ടോ. കാരണം കുറേ ദിവസമായില്ലേ, ഇപ്പോൾ വീഡിയോ എടുത്തു വെച്ചിട്ട് മാത്രമേ ഉള്ളൂ, അപ്ലോഡ് ചെയ്യാനായിട്ടോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നിലാബേബിയുടെ ഫസ്റ്റ് വിഷു ആയതുകൊണ്ട് നമ്മുടെ ആഘോഷങ്ങളിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ ആഘോഷമാണെന്ന്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഈ ഒരു പടക്കമൊക്കെ പൊട്ടിക്കുന്ന മാത്രമേ ഉള്ളൂ. അവളെ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ആദ്യമൊക്കെ നല്ല പേടിയായിരുന്നു അവൾക്ക്. പിന്നെ അത് കണ്ടപ്പം ചിരിക്കാനൊക്കെ തുടങ്ങി. അടുത്തത് ദാണ്ടിത്തായിരുന്നു കേട്ടോ. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, ഏട്ടനറിയില്ല. പക്ഷെ സൂപ്പറായിരുന്നു കേട്ടോ, പൊളിയായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പെട്ടെന്ന് തീർന്നു പോയി. അത് ഫസ്റ്റ് നമ്മൾ വന്നപ്പോൾ നമ്മളിങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇത്രയും നേരം നമ്മൾ ടെറസിലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ പിന്നെ ഇനി താഴേക്ക് വന്നു കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം ഇവിടെ നിന്ന് കത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഫ്രണ്ടിലത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഏട്ടൻ പൂത്തിരി കത്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടൻ പൂത്തിരി കത്തിക്കുന്ന രംഗങ്ങളാണ് കേട്ടോ ഇത് ഞാൻ പൂത്തിരി കത്തിക്കുന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഏട്ടൻ എൻ്റെ കയ്യിൽ നിന്ന് പൂത്തിരി വന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, അവിടെ വേറെ എന്തോ ഇങ്ങനെ കത്തിക്കുന്നുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ്. അത് നല്ല വെറൈറ്റി ഒരു ഇതായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അതുപോലെ തന്നെ കുരകപ്പൂവിൻ്റെ തന്നെ വേറൊരു ഇതായിരുന്നു. ഏട്ടൻ്റെ ബെന്നിൻ ചെറുതായിട്ടൊന്ന് കത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പൂത്തിരി കത്തിക്കുന്നതിന് മുമ്പായിട്ട് ഏട്ടനെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ ഒരു വെറൈറ്റി പോലെ തോന്നി. പക്ഷേ മെഴുകുതിരിക്കകത്തുനിന്ന് പൂത്തിരി കത്താൻ വേണ്ടിയിട്ട് കുറേ സമയം എടുത്തിട്ടാണ്. ഞാൻ പിടിച്ചതിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല. നിലാബേബിക്ക് ഞാൻ കയ്യിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾ പിടിക്കാൻ നോക്കി, പിന്നെ അവൾക്ക് പേടിയായി. പക്ഷേ ആദ്യത്തിനെക്കാട്ടിലും ആൾ നല്ല ഹാപ്പിയായി. പിന്നെ വീണ്ടും ഏട്ടൻ തന്നെ പഴയ പോലെ പൂത്തിരി കത്തിക്കാൻ തുടങ്ങി. ഏറ്റവും കൂടുതലും പൂത്തിരിയായിരുന്നു നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. വലുതും വാങ്ങി, അതുപോലെ തന്നെ ചെറുതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നിലാബേബിയും കൂടെ പൂത്തിരി കത്തിക്കാനായിട്ട് തുടങ്ങി. ഇപ്രാവശ്യം അവൾ കയ്യിലിരുന്നിട്ട് നന്നായിട്ട് തുള്ളുന്നുണ്ടായിരുന്നു, പിന്നെ ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ അവളോട് ചോദിച്ചു, കയ്യിൽ പിടിപ്പിക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ ആൾ ഫുൾ ഹാപ്പി ആയിരുന്നു, ചിരിക്കുന്നതും അത് കയ്യിലിരുന്ന് തുള്ളുന്നതും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പേടി മാറിയെന്ന് എന്തായാലും മനസ്സിലായി. എന്നുവെച്ചാൽ അവളുടെ മുഖത്ത് ആ സന്തോഷം കണ്ടപ്പോൾ നമുക്കും വലിയ സന്തോഷമായിരുന്നു. കാരണം ഫസ്റ്റ് വിഷുവായിട്ട് ആദ്യമൊക്കെ നന്നായിട്ട് പേടിച്ചിരുന്നതല്ലേ, ഇപ്പോൾ ആ പേടിയൊക്കെ മാറി. എത്രയും പെട്ടെന്ന് പരിപാടി അവസാനിപ്പിക്കാനായിട്ട് ചെറിയ പൂത്തിരി എല്ലാം കൂടി എടുത്തിട്ട് ഏട്ടൻ ഒരുമിച്ച് കത്തിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബാക്കിയൊക്കെ പിന്നെ കത്തിക്കാം, പിന്നെയല്ല നാളെ വിഷുവിന് കത്തിക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ ബാക്കിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ലേറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ.